സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത് 2019 സമാനമായ മോദിയെ താഴെയിറക്കാനുള്ള ജനവികാരം. 18 സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും കോൺഗ്രസിൽ അധികാരത്തർക്കം തുടരാനുള്ള സാധ്യതകളും തുറന്നു. സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞെങ്കിലും സുരേഷ് ഗോപിയുടെ വിജയം സംസ്ഥാന നേതൃത്വത്തിന് അവകാശപ്പെടാൻ കഴിയുന്നതല്ല. വിവരങ്ങളുമായി വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നോക്കാം എന്താണ് സമഗ്രമായ വിലയിരുത്തലുകൾ, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്ന്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. വിജിൻ, ലോക്സഭാ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് LDF-നുണ്ടായ തിരിച്ചടിയിലേക്ക് തന്നെ വരാം. ഒറ്റ സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ പല കാരണങ്ങളുണ്ടാകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നായി തോന്നുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ കഴിഞ്ഞ തവണ കണ്ടതിന് സമാനമായി തന്നെ ഇത്തവണയും കാണേണ്ടി വന്നു എന്നതാണ്. BJP-യെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന വലിയ വികാരമുണ്ടാകുന്നു. അതിന് കോൺഗ്രസിനാണ് കൂടുതൽ ആളുകൾ വേണ്ടത് എന്ന ചിന്ത ബലപ്പെട്ടു വന്നു. അതിൻ്റെ ഫലമായിട്ടാണോ UDF-ന് വലിയൊരു വിജയത്തിലേക്ക് അനായാസം പോകാൻ കഴിഞ്ഞത്? മനു, തീർച്ചയായും ഈ 2004 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാര്യം വ്യക്തമാകുന്നതാണ്. എന്തായാലും ഈ പൊതുവിൽ ഒരു BJP-ക്കെതിരായ ഒരു വികാരം, മോദി സർക്കാരിനെ താഴെയിറക്കുക എന്ന വികാരം സംസ്ഥാനത്തെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കാണാൻ. അതാണ് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചത്. നേരത്തെ 2019 സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തി മത്സരിക്കുന്നു. അപ്പോൾ മോദി സർക്കാരിനെ താഴെയിറക്കുക എന്ന ഒരു പൊതുവികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതാണ് ആ 2019 തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന, UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വലിയ തരത്തിലുള്ള ഭൂരിപക്ഷമാണ് ഓരോ മണ്ഡലങ്ങളിലും. അടൂർ പ്രകാശിൻ്റെയും അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്തെ ഭൂരിപക്ഷവും മാത്രം, കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഭൂരിപക്ഷവും മാത്രം ആണ് ചെറിയ രീതിയിൽ കുറവുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം 25,000-ന് മുകളിലും ആ രീതിയിലുള്ള വലിയ മാർജിനുള്ള വിജയമാണ് UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത്. എന്തായാലും ആ ഒരു വികാരം ഇത്തവണയും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കി ചിത്രം എന്ന് പറയുന്നത്. എന്തായാലും രാജ്യത്ത് തന്നെ അത്തരത്തിൽ മോദി സർക്കാരിനെതിരായ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതിൻ്റെ ഭാഗമാണ് ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റം ഒക്കെ ഉണ്ടാകാനുള്ള കാരണം. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ മോദിയെ താഴെയിറക്കാൻ കോൺഗ്രസിനാണ് കൂടുതൽ കരുത്ത് നൽകേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഒക്കെ ഇത്തരത്തിൽ 2019 തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലേക്ക് UDF മാറുകയും പിന്നീട് തൊട്ടടുത്ത് നടന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ വിജയം സമ്മാനിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ ചരിത്രത്തിലാദ്യമായി പിണറായി വിജയന് രണ്ടാം തവണ ഊഴം നൽകിക്കൊണ്ട് 99 സീറ്റിലേക്ക് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് മാറി കൂടുതൽ സീറ്റുകൾ നൽകി വിജയിപ്പിക്കുന്ന കാഴ്ചയും കണ്ടു. അത്തരത്തിൽ ഉള്ള ഒരു പാറ്റേണാണ് കഴിഞ്ഞ കുറച്ച് കാലമായി ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയിലേക്കൊന്നും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് മന്ത്രിസഭയിലെ അംഗമായ K രാധാകൃഷ്ണൻ്റെ വിജയമാണ്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസ് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ PK ബിജു നിലവിൽ MP കൂടിയായിരുന്നു ആ തവണ മത്സരിച്ചത്. ആ PK ബിജുവിനെ തന്നെ പരാജയപ്പെടുത്തി വലിയ തരത്തിലുള്ള ഭൂരിപക്ഷം നേടിയാണ് രമ്യ ഹരിദാസ് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അവിടെ 20,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയായിട്ടുള്ള K രാധാകൃഷ്ണനെ ജനങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്തു. അതിനർത്ഥം അതൊരു ഭരണവിരുദ്ധമായ ഒരു വികാരം ഒന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിലയിലുള്ളൊരു മോദി സർക്കാരിനെ താഴെയിറക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു കേരള ജനത വോട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ വലിയ വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിലും UDF-ൽ കോൺഗ്രസിൽ പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള തലവേദനയായി ഈ നേതൃതലത്തിലുള്ള പിടിവാശിയും ഒപ്പം തന്നെ അധികാര തർക്കവും മാറും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCC അധ്യക്ഷൻ K സുധാകരൻ വലിയ തരത്തിലുള്ള ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ KPCC അധ്യക്ഷനെ ഒതുക്കാനുള്ള ശ്രമം VD സതീശിൻ്റെയും ഒപ്പം തന്നെ KC വേണുഗോപാലിൻ്റെയും സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് KPCC-യിൽ സുധാകരൻ അദ്ദേഹം തന്നെ പ്രസിഡന്റായി തുടരും. പ്രതിപക്ഷ നേതാവിൻ്റെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ ആ തരത്തിലുള്ള നീക്കങ്ങൾക്ക് തടയിടാൻ സുധാകരന് താൽക്കാലികമായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ജയത്തിലൂടെ എന്ന് പറഞ്ഞു വെക്കാൻ കഴിയില്ലേ?
മനു തീർച്ചയായും അതുതന്നെയായിരുന്നു കെ സുധാകരൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. KPCC നേതൃത്വത്തിൻ്റെ വിജയമാണ് ഇത് എന്ന അവകാശവാദം ആദ്യം തന്നെ KPCC പ്രസിഡന്റ് ഏറ്റെടുക്കുന്ന ഒരു നിലയിലേക്കുള്ള നിലപാട് സ്വീകരിച്ചതും അതിൻ്റെ ഭാഗമായിട്ടാണ്. VD സതീശൻ ഒറ്റയ്ക്ക് ഈ വിജയത്തിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നതിന് ഒരു ചെക്ക് വെച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു KPCC അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് കൃത്യമായി കാണാൻ കഴിയും. ഒപ്പം തന്നെ കാണേണ്ട മറ്റൊരു കാര്യം കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. താൻ പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് പൊതുപ്രവർത്തനത്തിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്നു എന്നുള്ളത് അത് മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു മാറി നിൽക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല, തന്നെ തൃശ്ശൂരിലേക്ക് എത്തിച്ച് 3ാം സ്ഥാനത്തേക്ക് തൻ്റെ കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തി തന്നെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന നിലയിൽ 3ാം സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ UDF നേതൃത്വത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു കെ മുരളീധരൻ ചെയ്തത്. തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതാക്കൾ എത്തിയില്ല എന്ന കാര്യവും മുരളീധരൻ തുറന്നടിക്കുന്ന കാഴ്ച കണ്ടു. എന്തായാലും അതും ഒരു വലിയ തരത്തിലുള്ള കോൺഗ്രസിലെ പ്രതിസന്ധിക്ക് കാരണമാകാൻ പോകുന്നു. ഏത് രീതിയിൽ ഇനി കെ മുരളീധരനെ തൃശ്ശൂരിലെ തോൽവിയും അവിടുത്തെ കാര്യങ്ങളും തന്നെയായിരിക്കും. മറുവശത്ത് വിജിൻ, നമ്മൾ LDF-നെ കുറിച്ച് സംസാരിച്ചു, UDF-നെ കുറിച്ച് പറഞ്ഞു, BJP-യിലേക്ക് കൂടി വരണം. കാരണം സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ ഒരു ആഹ്ലാദം അവരിലുണ്ട് എങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ ആദ്യ പ്രതികരണം ശ്രദ്ധിച്ചിരുന്നല്ലോ. ഇത് BJP എന്ന പാർട്ടിയുടെ രീതിയിലുള്ള വിജയമല്ല എന്ന് സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അത് ചെന്ന് കൊള്ളുന്നത് ഇവിടുത്തെ നേതൃത്വത്തിനെതിരെ തന്നെയാണ്. കാരണം സുരേഷ് ഗോപിക്ക് വ്യക്തമായിട്ട് അറിയാം കെ സുരേന്ദ്രനും സംഘത്തിനും അദ്ദേഹത്തെ വലിയ താല്പര്യമില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ വിജയം നിങ്ങളുടെ അക്കൗണ്ടിൽ പെടുത്താൻ വരണ്ട, ഇത് എൻ്റെ വ്യക്തിപരമായ ഒപ്പം തന്നെ അതിനപ്പുറത്തേക്കുള്ള സാധ്യതകളിൽ നിന്ന് കിട്ടിയ വിജയമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ BJP സംസ്ഥാന നേതൃത്വം ഒന്ന് ബുദ്ധിമുട്ടും സുരേഷ് ഗോപിയുടെ മുൻപിൽ. മനു തീർച്ചയായും 2 കേന്ദ്രമന്ത്രിമാരും ഒപ്പം തന്നെ ഈ നിലവിൽ MP-യൊക്കെ രാജ്യസഭ MP-യൊക്കെ ആയിട്ടുള്ള സുരേഷ് ഗോപിയുമായി വലിയ തരത്തിലുള്ള ഒരു പട്ടികയുമായിട്ടായിരുന്നു BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പ്രത്യേകിച്ച് കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെയും ഭാഗമായി മോദി തന്നെയായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നയിച്ചത്. BJP-യുടെ ഏറ്റവും താരപ്രചാരകനായി മാറിയതും മോദി തന്നെയായിരുന്നു എന്ന് കാണാൻ കഴിയും. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ അതിനുള്ള നടപടികളുമായി മോദി കേരളത്തിലേക്ക് പലതവണ എത്തുന്ന കാഴ്ച കണ്ടു. അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തി. പക്ഷേ ആ ഒരു മുന്നേറ്റം നടത്താൻ BJP സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര നേതൃത്വം മാത്രമല്ല BJP-യിലെ V മുരളീധരൻ വിഭാഗത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ VD രമേശ് ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ കാലങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സുരേഷ് ഗോപി ഒരു തൃശ്ശൂർക്കാരനായി തന്നെ മാറുകയായിരുന്നു. ഒരു സിനിമാ നടൻ എന്ന താരപരിവേഷം സുരേഷ് ഗോപിക്ക് അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ BJP-യുടെയോ RSS-ൻ്റെയോ ഒന്നും സജീവ പ്രവർത്തകനല്ല എന്ന ഒരു ഗുണവും സുരേഷ് ഗോപിക്ക് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും പൊതു ജനങ്ങളുടെ വോട്ടുകളും ഒക്കെ ലഭിക്കുന്നതിന് കാരണമായി എന്നത് കൃത്യമായി വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയത്തിലേക്ക് സുരേഷ് ഗോപി എത്തിയത്. സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കിയത് ഇത് പാർട്ടിയുടെ വിജയമല്ല, തൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിജയമാണ്. അതിന് തൻ്റെ നേതാക്കൾ താൻ പ്രതിബിംബമായി കാണുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ വ്യക്തമാക്കുന്നത് നായനാരെയും അതുപോലെ തന്നെ കരുണാകരനെയും ഇന്ദിരാഗാന്ധിയെയും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് നന്ദിയില്ലേ എന്ന് അങ്ങോട്ട് ചോദിച്ചതിന് ശേഷമാണ് സംസ്ഥാന നേതൃത്വത്തിനും നന്ദി എന്ന ഒരു വാക്കിൽ ഈ സുരേഷ് ഗോപി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സംസ്ഥാന നേതൃത്വവുമായി വലിയ അടുപ്പത്തിലും ഒന്നുമല്ല സുരേഷ് ഗോപി ഇത്ര നാളും പ്രവർത്തിച്ചത്. സ്വന്തമായി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത്. അതിൻ്റെ ഒരു വിജയമാണ് സുരേഷ് ഗോപിക്ക് ലഭിക്കുകയും ചെയ്തത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന നേതൃത്വത്തെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ വലിയ പണക്കൊഴുപ്പിൽ പ്രചാരണം നടത്തി, കേന്ദ്രമന്ത്രിയായിരുന്നു. അതിൻ്റെ എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനമാണ് ആദ്യഘട്ടങ്ങളിൽ മുതൽ തിരുവനന്തപുരത്ത് നടത്തിയത്. തിരുവനന്തപുരം വരെ BJP-ക്ക് ഒരുപക്ഷെ നേടിയെടുക്കാൻ കഴിയും
കഴിയും എന്ന് പ്രതീക്ഷിച്ച മണ്ഡലം ശശി തരൂർ തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെല്ലാം ഉണ്ടാക്കാൻ പോകുന്ന വലിയ തിരിച്ചടിയാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് BJP നേതൃത്വം, സംസ്ഥാന നേതൃത്വം കൈയാളുന്ന വി മുരളീധരൻ്റെ പരാജയമാണ്. 3ാം സ്ഥാനത്തേക്ക് ആറ്റിങ്ങലിൽ പോയതാണ് ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കാരണം വർഷങ്ങളായി ഈ ആറ്റിങ്ങൽ മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു വി മുരളീധരൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. കേന്ദ്രമന്ത്രി എന്ന എല്ലാ തരത്തിലുള്ള സ്വാധീനവും അവിടെ ചെലുത്താനുള്ള നീക്കവും അത്തരത്തിൽ ചെലുത്തുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും 3ാം സ്ഥാനത്തേക്ക് വി മുരളീധരൻ പോകുന്നു എന്നുള്ളത് BJP സംസ്ഥാന നേതൃത്വത്തിന് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം വി മുരളീധരൻ വ്യക്തമാണ് ബിജിൻ. ഏതായാലും ആ രീതിയിൽ ചർച്ചകൾ 3 ഇടങ്ങളിലും, അതായത് LDF-ലും UDF-ലും NDA-യിലും നടക്കും. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് എല്ലാവരും പോകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.